ഇന്ന് കങ്കു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നേരെ സിനിമയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ 1770കളിൽ പെരുമാച്ചി എന്ന് പറയുന്ന ഒരു 5 ദ്വീപുകൾ ചേർന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് ഇവിടെ ഭാരതം ഇന്ത്യയിൽ നിന്ന് തന്നെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പക്ഷേ 1770 തന്നെ ഇന്ത്യ ഫോം ആയിട്ടില്ല. അങ്ങനെ ഇരിക്കെ അവിടെ പെരുമാച്ചി എന്ന് പറയുന്ന ഒരു ദ്വീപിൽ നിന്ന് ഒരു മുത്തശ്ശി കഥ പറയുന്നുണ്ട്. ഓരോരുത്തരും ഇവിടെ ജനിച്ചു വീഴുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം നടക്കുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി നടക്കുന്നു, എപ്പം നടക്കുന്നു എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. എന്തിനു വേണ്ടി നടക്കുന്നു എന്ന് ആർക്കും അറിയില്ല. അത് ഒരേ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് നിലാവ് എന്ന് പറഞ്ഞ ആ ഒരു നിലാവിനെ കൈ കാണിക്കുമ്പോൾ 1770 നിന്നും നേരെ 2024 വരുന്നു. ഇന്ത്യൻ ബോർഡറിലുള്ള ഒരു റിസർച്ച് സെൻറ്റർ. ഇതെല്ലാം തന്നെ ഇല്ലേ ടെററിസ്റ്റിൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. അവിടെ ഒരു സീറ്റ എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇവിടെ കുട്ടികളെ എല്ലാം തന്നെ ഇല്ലേ ബ്രെയിൻ സെൽസ് എല്ലാം തന്നെ റീവർക്ക് ചെയ്യുന്നത് പോലെ, അവർക്ക് സൂപ്പർ പവേഴ്സ് ഇൻജെക്ട് ചെയ്യുന്നത് പോലെയാണ് കാണിക്കുന്നത്. അവിടെ നിന്നും സീറ്റ എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവിടെ സോൾജേഴ്സ് എല്ലാം ഇറങ്ങി ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ തൊട്ടടുത്ത് വന്ന ഒരു ട്രെയിനിൽ കയറി എങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. ഇവരാരും തന്നെ ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കരി വെച്ച് ഒരു രൂപം വരയ്ക്കുന്ന പോലെ കാണിക്കുന്നു. അത് നമ്മളുടെ ഹീറോയുടെ രൂപമായിരുന്നു. അങ്ങനെ തന്നെ അവിടെ സീൻ കട്ടായി. ഗോവയിലെ DGP ആയിരിക്കുന്ന ഒരാള് ബൗണ്ടി ഹണ്ടേഴ്സിനെ ഹയർ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഈ ബൗണ്ടി ഹണ്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ പോലീസിനോട് പിടിക്കാൻ പറ്റാത്ത ക്രിമിനൽസിനെ ഇവർ പോയി പിടിച്ചുകൊണ്ട് വരും. അതിനെ ഇവർക്ക് കാശ് കൊടുക്കും. അതിനാണ് നമ്മളുടെ ഹീറോയെ വിളിക്കുന്നത് ഫ്രാൻസിസിൻ്റെ കൂടെ ഒരു അസിസ്റ്റന്റുമുണ്ട്. നേരെ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഫ്രാൻസിസിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വന്ന് ഈ ഒരു ബൗണ്ടിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല. ഇവർ നേരത്തെ പ്രേമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു തവണ വെള്ളമടിക്കുന്നതിൽ ആരാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കുന്നതിൽ ആ ഒരു പെൺകുട്ടി തോറ്റുപോയി. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ഒരുപാട് കളിയാക്കിയതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ബ്രേക്കപ്പ് ആയി പോയി. അന്നേ മുതൽ ഇവൻ ഏത് ബൗണ്ടി പിടിച്ചാലും അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഇവൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫ്രാൻസിസിന് പുതിയൊരു ഈ ഒരു ബൗണ്ടി വന്ന് ചേരുന്നത്. DGP തന്നെയാണ് കൊടുക്കുന്നത്. അതേസമയം ഹീറോയിൻ ആഞ്ചലിനിക്കും അതേ ബൗണ്ടി കൊടുക്കുന്നുണ്ട്. ആ ബൗണ്ടിയുടെ പേരെന്താണെന്ന് വെച്ചാൽ ജിത്തു എന്നാണ്. പക്ഷെ അവൻ്റെ ഏട്ടൻ്റെ വലിയൊരു ഡോണാണ്. ഹീറോ ആണെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്ത് പക്കായിട്ട് അവൻ എവിടെയാണെന്ന് തേടി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു റെയർ ഗണ്ണുള്ളത് കണ്ട് ഈ ഒരു അസിസ്റ്റൻ്റ് ഇല്ലേ ഹീറോയുടെ അസിസ്റ്റൻ്റ് അവനെ ഗണ്ണ് വേണമെന്ന് പറഞ്ഞ് ആ ഒരു ഗണ്ണിനെ പിടിച്ചതോടെ അറിയാതെ ഷൂട്ടായി അവിടെ വെച്ച് തന്നെ ആ ഒരു ജിത്തു മരിച്ചും പോയി. നൈസായിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയേക്കാമെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് ട്രൈ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു സീറ്റ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ വന്ന് നിൽക്കുന്നു. ഇവിടെ ഫ്രാൻസിസിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെല്ലെ അവനെ ഒഴിവാക്കി നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതേ സമയം ആഞ്ചലീനെ ആണെങ്കിലേ ഹീറോയെ ട്രാക്ക് ചെയ്ത് ഒരു ബഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന് ഈ പയ്യൻ ഇവിടെ ഉള്ളത് കണ്ട് ആ ഒരു ജിത്തു മരിച്ചുപോയെന്നും കണ്ട് ഫ്രാൻസിസ് ആയിരിക്കും കൊന്നിരിക്കുക, ഇവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് ഇവനെയും അടിച്ചുകൊണ്ട് പോയി. ഈ ഒരു ആഞ്ചലീനയുടെ വീട്ടിൽ ഈ ഒരു പയ്യനെ കണ്ടതോടെ ഹീറോയ്ക്ക് ടെൻഷനായി. എങ്ങനെയോ അവനെ അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്നും നേരെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവനാണെങ്കിലേ ഈ ഫ്രാൻസിസിന് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവന് ഫിക്സ് വന്ന് അവിടെ വീഴുന്നു. നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് സ്കാൻ എല്ലാം തന്നെ എടുത്ത് നോക്കുന്ന സമയം ഇവൻ്റെ തലയിലെ ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. ബ്രെയിൻ സെൽസ് എല്ലാം തന്നെ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. എന്തോ ഒന്ന് അബ്നോർമലായി സംഭവിക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ റിപ്പോർട്ട്സും വാങ്ങിച്ച നേരെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പയ്യനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടെന്ന് അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ഫ്രാൻസിസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവനെ നമ്മുടെ കയ്യിൽ വെച്ചാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ആ ഒരു അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്. ആ സമയം വീട്ടിൽ ഈ ഒരു പയ്യനെ കൊണ്ടുപോയി ഇരുത്തി ഇവരെല്ലാം തനിച്ച് സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു പയ്യനെ അവിടെ കാണുന്നില്ല. എവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ചുവരിൽ വലിയൊരു പിക്ചർ വരയ്ക്കുന്നു. വലിയൊരു കപ്പലുകളെല്ലാം തന്നെ യുദ്ധത്തിന് വേണ്ടി വരുന്നത് പോലെയും പഴയ കാലത്തിലൊരു പിക്ചർ പോലെ തോന്നുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് എന്തൊരു ഫീലിംഗ് വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ സമയം അങ്ങോട്ടേക്ക് നമ്മളുടെ ആഞ്ചലീന വന്നിട്ട് ഈ ഒരു പയ്യനെ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഹീറോയെ ബ്ലോക്ക് ചെയ്തു, ഒരു ലോക്കിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു പയ്യനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയം അങ്ങോട്ടേക്ക് ആ ഒരു ജിത്തു എന്ന് പറയുന്ന ആളുടെ ഏട്ടനില്ലേ ഗാങ്സ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആരാണ് എൻ്റെ അനിയനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈ ഒരു പയ്യൻ്റെ തലയിൽ ഗണ്ണും വെച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയം ഇവൻ്റെ ടീമിലല്ലാതെ വേറെ ഒരുപാട് ടെററിസ്റ്റ് അങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു ഏരിയ മുഴുവനായി ഷൂട്ട് ചെയ്ത് ആ ഒരു പയ്യനെ എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയം ആ ഒരു പയ്യനെ ബ്രെയിൻ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിവൈസ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പയ്യൻ അങ്ങനെയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ഹീറോ അവനെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നു. ഇവൻ്റെ കൈ ലോക്കാണല്ലോ, വിരലെല്ലാം തന്നെ ഉടച്ച് കളഞ്ഞ് നേരെ ആ ഒരു വണ്ടിക്ക് പുറകിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഹീറോ. അപ്പോഴാണ് നേരെ അവിടെ നിന്ന് കട്ട് ചെയ്ത് 1970 പോകുന്നത്. 1970
70കളിലെ റോമൻ രാജാവെല്ലാം തന്നെ ഈ ഒരു ഭാരതദേശം തന്നെ കീഴടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കപ്പലെല്ലാം എടുത്ത് വന്നു. പക്ഷേ ഇവർക്ക് ഒരു സ്ഥാനത്ത് പോയി നിന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ആയുധങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു സ്ഥലം തേടുമ്പോഴാണ് ഐൻദ്വീപ് എന്ന് പറയുന്ന ഒരു 5 ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലം കണ്ണിൽപ്പെടുന്നത്. അവിടെയാണെങ്കിൽ 5 ദ്വീപും ഓരോ പേരുണ്ട്. മണ്ടയാറ്, വെണ്ടാറ്, മുക്കാട്, അതുപോലെ തന്നെ അരത്തി, പെരുവാച്ചി, ഇങ്ങനെ 5 ദ്വീപുകളുണ്ട്. അതിൽ ആദ്യത്തെ ദ്വീപ് മണ്ടയാർ എന്ന് പറയുന്ന ദ്വീപുകളിലെല്ലാം തന്നെ ഉള്ളവര് കപ്പലുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരാണ്. അതുപോലെ രണ്ടാമത്തെ വെണ്ടാർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരുപാട് മരത്തിൽ നിന്നെല്ലാം തന്നെ മെഡിസിൻസ് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കാനും അവിടെ പറ്റും. അത് കഴിഞ്ഞ് മുക്കാട് 3 ദ്വീപുകൾ ചേർന്നിട്ടുണ്ടാവും. പക്ഷെ അവിടെയാണെങ്കിൽ എല്ലാവർക്കും വേട്ടയാടുന്നതാണ് തൊഴിലായിട്ട് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അറത്തി എന്ന് പറയുന്ന ഒരു സ്ഥലം കിടക്കുന്നു. അവിടെ മുഴുവനായിട്ടും ചാമ്പലാണുള്ളത്. അവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുള്ള ഓരോരുത്തരും ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അത്രത്തോളം ക്രൂരന്മാരാണ്. അവർക്ക് ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നതും യുദ്ധവുമാണ് അത്രത്തോളം ഇഷ്ടം എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അത് കഴിഞ്ഞ് പെരുവാച്ചി, അവിടെയുള്ളവർക്ക് യുദ്ധങ്ങളിൽ വിദഗ്ധരാണ്. എല്ലാ യുദ്ധകലകളും അറിയുന്ന പോലത്തെയാണ് കാണിക്കുന്നത് അവിടെയുള്ള ഈ ഒരു ഗ്യാങ്ങിനെല്ലാം തന്നെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു റോമൻസ് തീരുമാനിക്കുന്നത് പെരുവാച്ചിയിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ആയുധങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പോകണം. അവിടെയുള്ള എല്ലാ ട്രൈബൽസിനെയും കൊന്നുകളയണം എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ ലോക്കലായിട്ടുള്ള ഒരാളെ പിടിച്ച് അവർക്ക് ഒരുപാട് ഗോൾഡ് കോയിൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗോൾഡ് കോയിൻസിന് വേണ്ടി മാത്രം ആ ഒരു ട്രൈബ് തന്നെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നു ആ ഒരാൾ. അതിനുവേണ്ടി കൊടുവ എന്ന് പറയുന്ന വേറൊരുത്തനെയും ഒരു ബുദ്ധിശാലി തന്നെയാണ്, അവനെ ഈ ഒരു പണി ഏൽപ്പിക്കുന്നുണ്ട്. 2 ഗോൾഡ് കോയിൻ കൊടുത്തിട്ടാണ് ഇതിനു വേണ്ടി അയക്കുന്നത്. ഈ കൊടുവനിലെ സ്പൈ ആ ഒരാളെയും വിളിച്ചുകൊണ്ട് തൻ്റെ ഫാമിലിയെയും വിളിച്ചുകൊണ്ട് നേരെ പെരുവാഴ്ചയിലോട്ട് പോയിട്ട് അവിടെയുള്ള തലവൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഞങ്ങളുടെ നാട് മുക്കാടിൽ വലിയൊരു കപ്പലുണ്ടാക്കാൻ വേണ്ടി പോവാണ്, അതിന് കുറച്ച് ആളുകളെ വേണമെന്ന് പറയുന്നു. നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചത് കൊണ്ട് തന്നെ 100 പേരെ അയച്ചു വിടുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ പ്ലാൻ പ്രകാരം അങ്ങോട്ടേക്ക് പോയിട്ട് തന്നെ മുക്കാടിലുള്ള ഒരുപാട് പേർ ഈ ഒരു പടയാളികളെല്ലാം തന്നെ ഇല്ലേ, ഇവരെല്ലാം തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇവരുടെ കയ്യിലാവുന്ന ആയുധങ്ങളില്ല. കൊടുവനെല്ലാം തന്നെ എടുത്ത് കളഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും 100 പേരെയും കൊന്നു കളയുന്നുണ്ട്. ഈ റോമൻ പടയാളികൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 100 പേരെയും കൊന്ന് അവരുടെ വലത് കൈ വെട്ടിയെടുത്ത് കൊണ്ടുവരണമെന്ന്. അങ്ങനെ 100 പേരെയും കൈ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവർക്ക് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയും 100 പേരെ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുവൻ പിന്നെയും ആ ഒരു തലവൻ്റെ മുമ്പിൽ പോയെത്തുന്നുണ്ട്. അപ്പോഴും 100 പേരെ അയച്ചു കൊടുക്കുന്നു. ആ സമയത്ത് അവരെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലം എത്തിയ ഉടനെ തന്നെ കൊടുവൻ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയം പുറകിൽ നിന്ന് ഈ സ്ഥലം കറക്റ്റായിരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പെരുവാച്ചിയിലുള്ള എല്ലാവരും തന്നെ ഇല്ല ഇവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. മുമ്പ് വന്ന 100 പേരുടെ കയ്യിൽ നിന്നും ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവൻ ചതിയനാണ്, കൊടുവൻ ചതിയനാണെന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ 100 പേരുടെയും കൈ വെട്ടിയെടുക്കുന്നത് കണ്ട് സ്വന്തം കൈയും വെട്ടി ആ ഒരു കൂട്ടത്തിലോട്ടിട്ട് 100 പേരെ കൊന്നു കളഞ്ഞു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ മൂപ്പൻ്റെ അടുത്തെല്ലാം തന്നെ പോയി ഇങ്ങനെ കൊടുവൻ നമ്മളെല്ലാം ചതിച്ചതാണെന്ന് പറയുന്നു. ഈ സമയം മൂപ്പനാണെങ്കിൽ ഇനിയും 100 പേരെ അയച്ചു വിടുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും തന്നെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, മുക്കാടിലുള്ള എല്ലാ പടയാളികളെയും കൊടുവനെയും ഉൾപ്പെടെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കങ്കുവയെ അയക്കാമെന്ന് പറഞ്ഞ് ഈ 100 പേരുടെ ഒപ്പം തന്നെ കങ്കുവ ഇവിടെ വരാനുള്ള ആ ഒരു അവസരം ഒഴിച്ചു കൊടുക്കുന്നു. കങ്കുവ ഇവിടെ വന്ന് എല്ലാവരും തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ ഒരു കൊടുവൻ്റെ മുമ്പിൽ വലിയൊരു ഫൈറ്റ് ഓരോരുത്തരെ ഇല്ലാതാക്കുന്നു. ഈ ഒരു കൊടുവനെ പിടിച്ചും പോകുന്നുണ്ട്. നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ചതിക്ക് ഈ ഒരു പെരുവാഴ്ചയിൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, അവന് തീയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു മരത്തിൽ കെട്ടിയിട്ടുണ്ട്. അവൻ്റെ ഫാമിലി ആകെ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പറയുന്നു. അച്ഛനെ അത്രത്തോളം ഇഷ്ടമായ ഒരു മോൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് മുക്കാടിൽ നിന്നും രാജാവും ഇങ്ങോട്ടേക്ക് എത്തി. ഈ ഒരു കൊടുവൻ ഞങ്ങൾക്കും ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഇവനെ കൊല്ലണം, ഇവൻ്റെ ഫാമിലിയെ എത്തിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ കങ്കു പറയുന്നത് ഇവനെ കൊല്ലാം, ഫാമിലിയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ ഒരു സമയം അവിടെ വെച്ച് തന്നെ ഈ 100 പേരെ കൊന്നില്ല. ആദ്യം അവരെല്ലാം തന്നെ ഭാര്യമാർ ഇങ്ങോട്ടേക്ക് വന്ന് ഇവനെ കത്തിച്ചിട്ട് പോകുന്നു. ഇപ്പോൾ പെരുവാഴ്ചയിലുള്ള എല്ലാവരും തന്നെ ഇല്ലേ ഈ ഒരു ഭാര്യയെയും മോനെയും, കൊടുവൻ്റെ ഭാര്യയെയും മോനെയും കൊല്ലണം എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ കങ്കുവാണെങ്കിൽ ഒരിക്കലും പാടില്ല, അവൻ ചെയ്തത് അവനിൽ പോകണം, അല്ലാതെ അവൻ്റെ കുടുംബത്തിനെ ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിച്ചു കളയുന്നു. പക്ഷെ അവർ വിടുന്നേയില്ല. ഇത് കാണുന്ന ആ ഒരു ഭാര്യയാണെങ്കിൽ നേരെ ആ ഒരു മോനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇനി ഈ ഒരു മോൻ
നിന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഭാര്യ അതേ തീയിൽ ചാടി സൂസൈഡ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരെ ഇല്ലാതായി. ഈ ഒരു മോൻ മാത്രമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. ഇവൻ എൻ്റെ മോനാണ്, ഇനി ഒരിക്കലും ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് ആരും വന്നേക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ കങ്കുവ പറഞ്ഞ് അവിടെ നിന്നും ഈ ഒരു പ്രശ്നമെല്ലാം തന്നെ ഒഴിഞ്ഞു കഴിഞ്ഞു. ആ സമയത്താണ് ഈ ഒരു റോമൻസിലെ അടുത്തതായിട്ട് ഈ ഒരു പെരുവാച്ചി ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് ഈ ഒരു പെരുവാച്ചിക്ക് നേരെ അറ്റാക്ക് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ആ ഒരു സ്പൈ ആണ് ഐഡിയ കൊടുക്കുന്നത് അർത്തിയിലോട്ട് പോകാം. കാരണം മുന്നേ ഇവർ തമ്മിൽ ഒരു പകയുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു അർത്തിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ കൊല്ലുന്നതാണ് അത്രത്തോളം ഇഷ്ടം. അവിടെ ഉദിരൻ എന്ന് പറയുന്ന രാജാവുണ്ട്. അവർക്ക് 3 മക്കളാണുള്ളത്. റോമൻസ് അങ്ങോട്ടേക്ക് പോയി ഒരുപാട് ഗോൾഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് പെരുവാച്ചിക്ക് നേരെ യുദ്ധത്തിന് പോകണമെന്ന് പറയുന്ന സമയത്ത് അവനും ആ ഒരു ഉദിരനും അത് ഇഷ്ടപ്പെട്ടു. ഇനി അവരെ ഇല്ലാതാക്കാമെന്ന് തീരുമാനിച്ച കുറച്ച് പേരെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഈ സമയം ഈ ഒരു സ്പൈയിലെ നേരെ ഈ ഒരു പെരുവാച്ചിയിലെ മൂപ്പൻ്റെ അടുത്ത് വന്നൊരു കാര്യം പറയുന്നു. അർത്തിയോടൊപ്പം റോമൻസ് ചേർന്ന് കഴിഞ്ഞ് 25,000 പേരോളം നമുക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്, അർത്തിയിലുള്ളവരും വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സറണ്ടർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ ഒരു കങ്കുവ വന്ന് നമ്മൾ സറണ്ടർ ചെയ്യില്ല, യുദ്ധമാണ് നമുക്ക് പ്രധാനമെന്ന് പറഞ്ഞ് എല്ലാവരെയും യുദ്ധത്തിന് റെഡിയാകാൻ വേണ്ടി പറയുന്നു. ഇതേ സമയം ഈ ഒരു ന്യൂസ് കിട്ടിയ ഉദിരനാണെങ്കിൽ ഒരു പ്ലാൻ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിന് മുമ്പായിട്ട് ഒരു പൂജ, തീക്ക് ഒരു പൂജ നടത്തും. ആ ഒരു പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു നദിയിലോട്ട് ഇവരെല്ലാം തന്നെ പോകും. ഈ ഒരു യുദ്ധത്തിലുള്ള മെയിൻ ആളുകളെല്ലാം തന്നെ പോകും. ആ സമയത്ത് ആയുധങ്ങളില്ലാത്ത സമയത്ത് അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം ഇവരെല്ലാവരും തന്നെ ആയുധങ്ങളില്ലാതെ പോകുന്ന സമയത്ത് ഉദിരൻ്റെ ആളുകൾ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഹീറോ ഓൾറെഡി ഇവിടെ അവർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ച് ഒരുപാട് പേരെ ഇല്ലാതാക്കുന്നു. മരമെല്ലാം തന്നെ ഉപയോഗിച്ച് അവരെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ വാളിൽ എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു മോനുണ്ടല്ലോ, കൊടുവൻ്റെ മോന്, അവനൊരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഓടിപ്പോയി ഈ ഒരു ഹീറോയുടെ വാള് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇവൻ്റെ കൈ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തിരിച്ച് ആ ഒരു വാളെടുത്ത് നെഞ്ചിൽ തന്നെ കുത്തിയിറക്കുന്നു. കാരണം തൻ്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞ് റിവെഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ഒരു പയ്യൻ ചെയ്യുന്നത്. അവിടെ നിന്നും അവൻ ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ ഒരേ ഒരു മുറിവേ ആയിട്ടുള്ളൂ. ആ ഒരു സമയത്തും തൻ്റെ വാൾ ഊരി അവിടെയുള്ള ഓരോരുത്തരെയും കൊല്ലുന്നു. അതിൽ ഉദിരൻ്റെ 2 മക്കളുണ്ടായിരുന്നു, അവരെ ഇല്ലാതാക്കുന്നുണ്ട്. അവസാനം നമ്മൾ തമ്മിൽ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞ് ഈ ഒരു ഉദിരൻ്റെ മക്കളുടെ കൈകളെല്ലാം തന്നെ അയച്ചു വിട്ടത് ഈ ഒരു ഉദിരന് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. തൻ്റെ ഒരു കഴുകനുണ്ട്, അത് വെച്ചിട്ടാണ് സിഗ്നൽ കൊടുക്കുന്നത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഹീറോ ആ ഒരു പയ്യനെ തേടിയിട്ടാണ് പോകുന്നത്. ഞാൻ മരിക്കണമെന്ന് നിനക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് നന്നായിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് എനിക്കത് സാധിക്കില്ല. കാരണം ഈ ഒരു മണ്ണിന് വേണ്ടി ഞാൻ നിൽക്കേണ്ട സമയമാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൈകൊണ്ട് മാത്രമേ എൻ്റെ ജീവൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് അവനെ ഒരു കാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. ആ സമയത്ത് ആരും തന്നെ പെരുവാച്ചിലുള്ള ആരും തന്നെ ഇവനെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. ഒരുപാട് പേർ കല്ലെല്ലാം തന്നെ എടുത്ത് എറിയുന്നുണ്ട്. അവിടെ മൂപ്പൻ ഉൾപ്പെടെ പറയുന്നത് ഇവനെ ഇവിടെ താമസിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു പൈനയിലെ കരിയങ്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അത്രത്തോളം വലിയ വലിയ മൃഗങ്ങളുള്ള ഒരു കാടാണ്, അങ്ങോട്ടേക്ക് അയക്കണമെന്ന് ഇവരെല്ലാവരും തന്നെ പറയുന്നു. ആ സമയം ഇവൻ്റെ അമ്മയ്ക്ക് ഞാനാണ് വാക്ക് കൊടുത്തത് ഇവരെ നോക്കിക്കൊള്ളാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു കാടുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവർ 2 പേരും ചേർന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവർ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത്. ഒരുപാട് മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഓരോ വഴികൾ കങ്കുവ തേടി പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. കങ്കുവ മുതലയുടെ കൂടെ എല്ലാം തന്നെ ഫൈറ്റ് ചെയ്ത് എങ്ങനെ ആ ഒരു മോനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്തെല്ലാം ആ ഒരു മോനാണെങ്കിൽ കങ്കുവ നല്ലവനാണ്, ഇവനെ കൊല്ലാൻ പാടില്ല എന്നുള്ള മൈൻഡിലോട്ട് പോയെന്ന് തോന്നുന്നു. ഈ സമയത്താണ് യുദ്ധം വരുന്നതുകൊണ്ട് പെരുവാച്ചിയിലുള്ള എല്ലാ പെണ്ണുങ്ങളും മരുന്നുകൾ തേടിക്കൊണ്ട് കാട്ടിലോട്ട്, അതും ഐസ് എല്ലാം തന്നെ ഉള്ള കാട്ടിലോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിയ ഉദിരൻ്റെ അവസാനത്തെ മോളിൽ ഒരു വിവരമില്ലാത്തവൻ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു പെൺകുട്ടികളെല്ലാം തന്നെ പിടിച്ചു വെക്കുന്നു. കങ്കുവ ഇവിടെ വന്നാലേ നിങ്ങൾ വിടുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും കങ്കുവയ്ക്ക് സിഗ്നൽ കൊടുക്കണം, നീ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിലൊരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു ചെറിയ ഒരു വിസിൽ പോലെ ഒരു സംഭവമുണ്ട്. അത് വെച്ച് ഒരു കോഡിൽ ഇവർ തന്നെ സംസാരിക്കുന്നു, മോഴ്സ് കോഡ് പോലെ. ഇങ്ങനെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഈ ഒരു പെൺകുട്ടികൾ പറയുമ്പോൾ അവിടെ നിന്ന് ഒരു മെസ്സേജ് കിട്ടി. അത് ഈ ഒരു പെൺകുട്ടികൾക്ക് മാത്രം മനസ്സിലായി. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവരാകെ 15 പേരേ ഉള്ളൂ ഈ ഒരു അറസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളവർ. നിങ്ങൾ 25 പേരുണ്ട്. ഈ ഒരു 25 പേരെ കൊണ്ട് ആ ഒരു 15 പേരെ കൊല്ലാൻ പറ്റില്ല എന്ന് കങ്കുവ ചോദിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവിടെയുള്ള ചെറിയ കുട്ടി ഉൾപ്പെടെ ഈ ഒരു ആണുങ്ങൾക്ക് നേരെ തിരിയുന്നു. അതുമാത്രമല്ല അവിടെ മഞ്ഞ് വീഴുന്നത് കൊണ്ട് ചുറ്റും നടക്കുന്നത് വളരെ നന്നായിട്ടൊന്നും കാണുന്നില്ല. അത് അഡ്വാൻറ്റേജായി എടുത്ത് നേരെ ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരെയും കൊല്ലുന്നു. ഈ ഒരു 3ാമത്തെ മോനെയും കൊന്ന് പാർസൽ ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ
സമയം റോമൻസ് ആണെങ്കിൽ അറത്തിയിലോട്ട് വന്ന് നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും പെരുവാച്ചിയെ അറ്റാക്ക് ചെയ്തോളാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ആ ഒരു സ്വർണ്ണമെല്ലാം തന്നെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ആ ഒരു റോമൻ രാജാവിനെ ഉൾപ്പെടെ കൊന്ന് ഇതുപോലെ തന്നെ കങ്കുവയെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഉതിരൻ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ പെൺകുട്ടികൾക്ക് നേരെ അറ്റാക്ക് നടന്നതെന്ന് മനസ്സിലാക്കി 5 ദ്വീപുകളിൽ നിന്നും രാജാക്കന്മാർ ഒരിടത്ത് ഒന്ന് ചേരുന്നുണ്ട്, വലിയൊരു മൗണ്ടൈൻ്റെ മേലെ. അവിടെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് പാർസൽ ഇപ്പോഴാണ് വന്നെത്തുന്നത്. ആ ഒരു പാർസലിൽ തൻ്റെ മോൻ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു യുദ്ധം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ 5 രാജാക്കന്മാരുണ്ടല്ലോ, അതിൽ 2 പേരോളം ഇവിടെ അറത്തിക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഒരേ ഒരാൾ മാത്രമേ പെരുവാച്ചിക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അവിടെ വെച്ച് തന്നെ യുദ്ധം നടക്കുന്നു, മൂപ്പനെ എല്ലാം തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഉതിരനാണെങ്കിൽ മൂപ്പനെ കൊല്ലാൻ വേണ്ടി വലിയൊരു മൗണ്ടൈൻ്റെ മേലെ കയറി വരുന്നുണ്ട്. ഈ ഒരു ഉതിരൻ അമ്പ് വിട്ടിട്ട് ആദ്യം ഇയാളുടെ മേലെ തറച്ചിട്ടുണ്ട്. ആ ഒരു അമ്പെല്ലാം തന്നെ കളക്ട് ചെയ്ത് ആരൊക്കെയാണ് തൻ്റെ മേലെ അമ്പ് വിട്ടതെന്ന് തൻ്റെ ഒരു മാല പോലെ ഒന്നിൽ ചുറ്റി കങ്കുവയുടെ കഴുകനുണ്ട്, ആ ഒരു കഴുകൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ആരൊക്കെയാണ് എന്നെ കൊന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞു, നീയാണ് ഈ രാജാവ് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. കങ്കു ഇത് കണ്ടോടെ തൻ്റെ അച്ഛൻ മരിച്ചു, ഞാനാണ് ഈ രാജാവ്, തനിക്കെതിരായിട്ടുള്ള രാജാക്കന്മാരാണെന്ന് മനസ്സിലായതോടെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 3 ദ്വീപുകളിലെ ആളുകളും നേരെ പെരുവാച്ചി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പെരുവാച്ചിയിൽ ഇപ്പോൾ കങ്കുവയില്ല. ആ സമയം ഇവിടെ കരിന്തീപ് ഉണ്ടല്ലോ, ആ ഒരു കറുത്ത ദ്വീപ്, അവിടെ മുഴുവനായിട്ടും തീപ്പന്തങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ട് പെരുവാച്ചിയിലുള്ള എല്ലാവരും തന്നെ അവിടെയാണ്, ആ ഒരു കരിന്തീപിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ഈ 3 ദ്വീപുകളിലെ ആളുകളും അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷേ ഇത് ഈ ഒരു പെരുവാച്ചിയിലുള്ള ആളുകളെല്ലാം തന്നെ കാണുന്നത് ഞങ്ങൾക്ക് നേരെ വന്ന കപ്പലുകളെല്ലാം എന്തിനാ തിരിഞ്ഞ് കരിന്തീപിലോട്ട് പോകുന്നതെന്ന് ആലോചിക്കുന്ന സമയത്ത് കങ്കുവയാണ് ഇതെല്ലാം തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ മുഴുവനായും തീ കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇവരെല്ലാവരും തന്നെ പറ്റിച്ചു കഴിഞ്ഞു. അവിടേക്ക് വന്ന ഓരോരുത്തരെയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാപ്പുകൾ വെച്ച് ഇല്ലാതാക്കുന്നുണ്ട്, പാമ്പ് വെച്ച് ഇല്ലാതാക്കുന്നുണ്ട്, ഒരുപാട് തീയെല്ലാം തന്നെ കത്തിച്ച് ഓരോരുത്തരെ കൊല്ലുന്നു, കത്തി വെള്ളം എല്ലാം വെച്ച് കൊല്ലുന്നുണ്ട്. ഈ സമയം ആ ഒരു പയ്യനാണെങ്കിൽ പിന്നെയും കത്തി എടുത്തുകൊണ്ട് ഈ ഒരു കങ്കുവയ്ക്ക് നേരെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവനെ കുത്താതെ കയ്യിൽ കത്തി കൊടുത്തിട്ട് നിന്നെ ഞാൻ കുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇത് കാണുന്ന അവിടെയുള്ള ആളുകളിലെ ഈ ഒരു മോനാണെങ്കിൽ കങ്കുവയുടെ മോനാണെന്ന് വിചാരിച്ച് ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കപ്പലിലോട്ട് കൊണ്ടുപോയി. ഈ സമയം തൊട്ട് പാരലായിട്ട് 2024 കാണിക്കുന്നുണ്ട്, 1970 കാണിക്കുന്നുണ്ട്. 2024 നമ്മളുടെ ഫ്രാൻസിസ് ആ ഒരു പയ്യൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കെ ഇവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. പക്ഷേ ആ സമയം കൊണ്ട് തൻ്റെ കയ്യിലുള്ള ട്രാക്കർ നേരെ ആ ഒരു വണ്ടിയിലോട്ട് ഇടുന്നുണ്ട്. ഇതേ സമയം ആഞ്ചലിനെ വെച്ചുകൊണ്ട് ട്രാക്ക് ചെയ്ത് നേരെ ഒരു കണ്ടെയ്നർ എല്ലാം തന്നെ വെച്ചിരിക്കുന്ന ഒരു പോർട്ടിലോട്ട് വരുന്നു. ആ ഒരു മോൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു ഫ്ലൈറ്റിലാണുള്ളത്. അങ്ങോട്ടേക്ക് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു ബൈക്കെല്ലാം തന്നെ എടുത്ത് ഓടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ ഒരു പയ്യനാണെങ്കിൽ സൂപ്പർ പവേഴ്സ് ഉണ്ട്, കൈനറ്റിക് എനർജി എല്ലാം തന്നെ കാണിക്കുന്നു. ഇതേ സമയം ഇവിടെ ഈ ഒരു കപ്പലിലാണെങ്കിൽ ഈ ഒരു മോനെ പിടിച്ചുകൊണ്ട് പോയി സ്രാവിനെല്ലാം തന്നെ ഇരയായിട്ട് ഉതിരൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കങ്കു ഇതിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് ആ ഒരു മോനെ കയറ് വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത്, സ്രാവിൻ്റെ അടുത്ത് വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് പിടിച്ച് രക്ഷപ്പെടുത്തുന്നു. ഉതിരനാണെങ്കിൽ ഇവനെ ഇട്ട് അടിച്ചടിച്ച് ഇല്ലാതാക്കുന്നുണ്ട്. ഇവൻ മരിക്കുമെന്ന അവസ്ഥ വന്നു കഴിഞ്ഞു. ആ സമയം ആ ഒരു മോനാണെങ്കിൽ താൻ മരിച്ചാലും കുഴപ്പമില്ല, കങ്കു ജീവനോടെ ഉണ്ടാവണമെന്ന് കരുതി പെരുവാച്ചിയെങ്കിലും മിച്ചമുണ്ടാവണമെന്ന് മനസ്സിലാക്കി താനായിട്ട് തന്നെ സൂസൈഡ് ചെയ്തുകൊണ്ട് കയറ് അറ്റിച്ചു വിടുന്നു. സ്രാവിനെ ഇരയായി പോകുന്നുണ്ട്. ഇത് കാണുന്ന കങ്കുവ ദേഷ്യപ്പെട്ട് ഒരുപാട് അലറിക്കരഞ്ഞ് തൻ്റെ മോൻ ഇല്ലാതായി എന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് തന്നെ ഉതിരനെ കുത്തി കൊല്ലുന്നുണ്ട് തൻ്റെ കത്തി ഉപയോഗിച്ച്. ഇതേ സമയം പാരലായിട്ട് ഈ ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ എങ്ങനെയോ അതിനകത്തോട്ടേക്ക് കയറി ചെന്ന് നമ്മളുടെ ഹീറോ ആണെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരെയും ഇല്ലാതാക്കി അവസാനം ഈ ഒരു മോനെ കണ്ടുപിടിക്കുന്നു. ഈ സമയത്തെല്ലാം തന്നെ ഫ്രാൻസിസിന് കങ്കുവയുടെ മാനറിസം വന്നു കഴിഞ്ഞു, ചെറിയ ഓർമ്മകൾ വന്നു എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ എല്ലാം സുമൂഹമായി അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ ഉതിരന് 4മതായി വേറൊരു വേശിക്ക് പറന്ന ഒരു മോൻ കൂടി ഉണ്ടായിരുന്നു. അവൻ റത്തങ്കസൻ, അവനാണ് ഇപ്പോൾ ഈ ഒരു അറത്തിക്ക് രാജാവായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറത്തി ഇല്ലാതാവും, അത്രത്തോളം ക്രൂരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അങ്ങോട്ടേക്ക് റത്തങ്കസൻ വന്നെത്തുന്നു. തൻ്റെ അച്ഛൻ്റെ ബോഡി കണ്ട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു എന്നെ ഇവിടെ രാജകുമാരനാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് ഈ ഒരു രാജകിരീടം തന്നെ തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ എൻ്റെ അച്ഛൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് തൻ്റെ അച്ഛനെ തീയിട്ട് കത്തിച്ച് ആ ഒരു സിംഹാസനത്തിൽ പോയി ഇരിക്കാൻ വേണ്ടി പോകുമെന്ന് വിചാരിച്ചാൽ തൻ്റെ അച്ഛൻ്റെ രക്തം മാത്രം പോരാ, തൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ കങ്കുവയുടെ രക്തം കൂടി ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ശപഥം ചെയ്യുന്നുണ്ട്. ഇതേ സമയം
നമ്മുടെ ഫ്രാൻസിസ് 2024 ഫ്രാൻസിസ് ഈ ഒരു പയ്യനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒരു വലിയ ആർമി തന്നെ ഇവനെ തേടി വരാനുള്ള കാരണം എന്താണ്, അത് ഞാൻ കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു പയ്യന് കൈനറ്റിക് എനർജി പവർ, ഈ ഒരു എല്ലാ സാധനങ്ങളെയും തന്നെ തൊടാതെ തന്നെ അനക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ളതുപോലെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം ആ ഒരു റിസർച്ച് സെൻറ്ററിൽ കാണിക്കുന്ന സമയത്ത് അവിടെ കമാൻഡർ ഉണ്ട്. കമാൻഡർ ആ ഒരു പയ്യൻ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ CCTV ഇടാൻ പറയുന്നു. അതിൽ നമ്മളുടെ ഫ്രാൻസിസിനെ കണ്ട് ഇത് ഫ്രാൻസിസ് അല്ല, ഇത് കങ്കുവയാണെന്ന് പറയുന്നു. ഇതായിരുന്നു ആ രത്തങ്കസൻ. എങ്ങനെ 1970 കങ്കുവ ഫ്രാൻസിസായി ഇപ്പോൾ പുനർജനിച്ചോ അതേപോലെ തന്നെയാണ് രത്തങ്കസനും ആ ഒരു 1970 നിന്നും ഇപ്പോൾ പുനർജനിച്ചിരിക്കുന്നത് കമാൻഡറായിട്ടാണെന്ന് പറഞ്ഞ് കാണിച്ച് ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടെന്ന് കാണിച്ച് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സിനിമ